ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. അങ്ങനെ സുസ്മിതയെ കൊടുക്കാൻ ജഗദീപ് എന്നൊരാൾ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഏർപ്പാടാക്കിയത് നമ്മുടെ വിഷ്ണു തന്നെ. അവരുടെ പ്ലാന്റെ കാര്യം വിഷ്ണു ശാലിനിയോട് പറഞ്ഞപ്പോൾ ശാലിനിക്ക് അത് കേട്ടിട്ട് ചിരിയാണ് വരുന്നത്. ശാലിനി ചിരിക്കുന്നതിന്റെ കാരണം വിഷ്ണു ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നുണ്ട്, അല്ല, നമുക്ക് ഇത്രയും വിഷമത്തിനിടയിലും ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായതിന്റെ പേരിലാണ് ഈ ചിരിക്കുന്നതെന്ന്. പിന്നെ അവർ നേരിട്ട് കണ്ട കാര്യവും വിഷ്ണു പറയുന്നുണ്ട്. താൻ ഇനി കണ്ടോ, ഇനി അങ്ങോട്ട് സുസ്മിതയുടെ സീൻസ് മുഴുവനും കോമഡി ആയിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അവൾക്കത് അറിയില്ല എന്ന് മാത്രം. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിരുന്ന ജഗദീപ് ഒരു വലിയ പണക്കാരനായിട്ട് സുസ്മിതയുടെ മുന്നിൽ എത്തിയിരുന്നത്. സുസ്മിതയ്ക്ക് ഇപ്പോൾ സംശയമൊന്നുമില്ലല്ലോ എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ എവിടുന്ന്? ജഗദീപിന്റെ കയ്യിൽ പണമുണ്ടെന്ന് കരുതി അവൾ തലയും കുത്തി വീണിരിക്കുകയല്ലേ? ശാലിനി അത് കേട്ടിട്ട് പറയുന്നുണ്ട്, എങ്കിൽ ഈ കളിയിൽ ഞാനും ഉണ്ട് വിഷ്ണു ഏട്ടാ. സുസ്മിതയെ എത്രയും പെട്ടെന്ന് തന്നെ പൂട്ടണം. ഇയാളുടെ ബുദ്ധിയും കൂടി ആവുമ്പോൾ സംഗതി അങ്ങ് ഉഷാറാവും എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നുണ്ട്, അല്ല, സുസ്മിതയുമായിട്ട് ഇഷ്ടത്തിലായാൽ പിന്നെ ജഗദീപ് കാല് മാറുവോ? വിഷ്ണു പറയുന്നു, എടോ, എവിടെന്ന്? ഒരു ഫ്രോഡിനെ എപ്പോഴും ഒരു ഫ്രോഡായിട്ടിരിക്കാൻ മാത്രമേ കഴിയൂ. ഇവിടെ ഇപ്പോ രണ്ട് ഫ്രോഡുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. സത്യം തുറന്നു പറഞ്ഞാൽ സ്വന്തം ചീട്ട് കീറുമെന്ന് രണ്ടുപേർക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണത്തിലേക്ക് എത്താനേ രണ്ടുപേരും ശ്രമിക്കൂ. കല്യാണത്തോടെ സുസ്മിത ജയിച്ചു എന്നായിരിക്കും അവളുടെ വിചാരം. അവിടെ തുടങ്ങുകയല്ലേടോ അവളുടെ വിധി. ശാലിനി പറയുന്നു, വേണം വിഷ്ണുവേട്ട, എത്രയും പെട്ടെന്ന് അവളെ പൂട്ടിയേ പറ്റൂ. വിഷ്ണുവേട്ടൻ തുടങ്ങി വെച്ച ഈ കളി കൊഴിപ്പിക്കാൻ ഇനി ശാലിനിയുണ്ട് കൂടെ. ഇനി കളി മാറും കഥയും. രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് വിജയലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് ശാരികയും കൃഷ്ണൻകുട്ടിയും. എന്നാൽ അവിടെയുള്ള ഡോക്ടർ നേരത്തെ രാജീവിനെ ആലോചിച്ച ആ പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി വിജയമ്മയെ പരിശോധിക്കുന്നുണ്ട്. ഹൃദ്രോഗത്തിന് നേരത്തെ ചികിത്സ എടുത്തതല്ലേ, നീ നാവിനടിയിൽ വെക്കാൻ ഒരു ഗുളിക തന്നിട്ടുണ്ടാവില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അത് വെച്ചതാണ്, എന്നിട്ടും ഒരു കുറവുമില്ലെന്ന് ശാരിക പറയുന്നു. വന്നേ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിജയമ്മയെ പരിശോധിക്കുകയാണ് ഡോക്ടർ. അകത്തേക്ക് കൊണ്ടുപോകുന്നു. ടെൻഷനോടെ ശാരികയും കൃഷ്ണൻകുട്ടിയും പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ വിജയമ്മയ്ക്ക് വേദന വന്നതുകൊണ്ട് തന്നെ വല്ലാത്ത ടെൻഷനുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവുകയാണ് അവർക്ക്. ഈ ഡോക്ടർക്ക് വിജയമ്മയെ നേരത്തെ അറിയാമോ എന്ന് ശാരിക കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്, ഈ ഡോക്ടർ കൊച്ചിനെയല്ലേ രാജീവിനെ ആദ്യം കല്യാണം ആലോചിച്ചിട്ട് വേണ്ടാന്ന് വെച്ചത്. അത് കേട്ടപ്പോൾ ശാരികയ്ക്ക് അത്ര ഇഷ്ടമായില്ല. കൃഷ്ണൻകുട്ടിയോട് സംസാരിക്കുകയാണ് ഡോക്ടർ. ഹാർട്ട് ഡിസീസിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് വിജയമ്മയ്ക്ക് എടുത്തത് എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്, ആൻജിയോഗ്രാം ആണോ ആൻജിയോപ്ലാസ്റ്റി ആണോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അതെനിക്ക് അറിയില്ലെന്ന് കൃഷ്ണൻകുട്ടി. ഈ കുട്ടി ഏതാണ് എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഇതാണ് രാജീവിന്റെ ഭാര്യ ശാരിക എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. ഓ, ശാരദാമ്മയുടെ മകൾ ശാരിക അല്ലേ? കുട്ടിക്ക് അറിയില്ലേ വിജയമ്മയുടെ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററിയെ കുറിച്ച്? അത് കേട്ട് ശാരിക പറയുന്നുണ്ട്, ഞാൻ ആ സമയം ഒപ്പമില്ലായിരുന്നു. രാജീവ് സാറുമായിട്ടുള്ള അടിയും പിടിയും അല്ലേ? എന്നാലും ഒന്നായി കഴിയുമ്പോൾ ഒപ്പമുള്ളവരുടെ ആരോഗ്യസ്ഥിതിയും അവർ കഴിക്കുന്ന മരുന്നും ഒക്കെ എന്താണെന്ന് അറിഞ്ഞൂടെ? ഒന്ന് അന്വേഷിക്കണ്ടേ ശാരികയെ? പ്രായമായിരിക്കുന്നവരല്ലേ, ഒരു കൈപ്പിഴ പറ്റിയാൽ മതി, ആജീവനാന്തം നമ്മളെ ഖേദിക്കേണ്ടി വരും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശാരിക. കൃഷ്ണൻകുട്ടി പറയുന്നു, അതെ, രാജീവിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ സാധിച്ചിരിക്കും. ശരിയാണ്, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് ഡോക്ടർ പറയുന്നു. അവന്റെ നമ്പര് എന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞപ്പോൾ അതൊക്കെ എന്റെയിലുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് രാജീവിനെ വിളിക്കുന്നുണ്ട്. രാജീവ് സാറിന്റെ അമ്മയും ഭാര്യയും അമ്മാവനും കൂടി എന്റെ ക്ലിനിക്കിലുണ്ട് എന്ന് യാമിനി പറയുകയും അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം യാമിനി രാജീവിനോട് പറയുകയും ചെയ്യുന്നു. അതെല്ലാം കേട്ട് രാജീവ് ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്. രാജീവ് സാറിന് അമ്മയുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് ബോധ്യമുണ്ട്. നെഞ്ചുവേദന വരുമ്പോൾ നാക്കിനടിയിൽ വെക്കാൻ ഒരു ഗുളിക ഡോക്ടർ തന്നിട്ടില്ലായിരുന്നോ എന്ന് യാമിനി പറഞ്ഞപ്പോൾ ശാരിക പറയുന്നു, അത് ഞാൻ കൊടുത്തതാണല്ലോ, എന്നിട്ടും ഇങ്ങനെ വരാനായിട്ട് എന്ന് യാമിനി പറയുന്നുണ്ട്. കുട്ടിയുടെ കയ്യിൽ ആ ടാബ്ലറ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡോക്ടർക്ക് തെറ്റിപ്പറ്റാൻ വഴിയില്ല എന്നും പറയുന്നു. ആ ഗുളിക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഗുളിക ശാരിക ഡോക്ടറെ ഏൽപ്പിക്കുന്നു. അത് നോക്കിയ ശേഷം യാമിനി പറയുന്നുണ്ട്, ഇതാണോ വിജയമ്മയ്ക്ക് കൊടുത്തത്? ഇത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് അല്ലേ? നെഞ്ചുവേദനയുടെ ഒരു സൂചന വരുമ്പോഴേ മറ്റൊരു ഗുളികയാണ് പേഷ്യന്റിന് കൊടുക്കേണ്ടത്. അതിന് പകരം കുട്ടി എന്തായി ചെയ്തത് എന്ന് യാമിനി ചോദിക്കുന്നുണ്ട്. വിജയമ്മ പറഞ്ഞ ഗുളികയാണ് എന്ന് ശാരിക പറഞ്ഞപ്പോൾ യാമിനി പറയുന്നു, വിജയമ്മ പറഞ്ഞ ഗുളികയോ? കുട്ടിക്ക് എന്താ കണ്ണില്ലേ എന്ന് പറഞ്ഞ് യാമിനി ശാരികയെ വഴക്ക് പറയുന്നുണ്ട്. ആട്ടെ, കുട്ടി ഏത് ക്ലാസ് വരെ പഠിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശാരിക മടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ 8ാം ക്ലാസ് എന്ന് ശാരിക പറഞ്ഞതും യാമിനി പറയുന്നു, അതിന്റെ കുഴപ്പമോ ഇതൊക്കെ? സമയത്ത് ടാബ്ലറ്റ് കൊടുക്കാതെ വിജയമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? എന്നാൽ മറുപടി ഒന്നും പറയാനാകാതെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുകയാണ് ശാരിക. വിജയമ്മയെ ഒന്നുകൂടി പരിശോധിക്കുകയാണ് ഡോക്ടർ. കുറച്ചു സമയം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്ന് യാമിനി വിജയമ്മയോട് പറയുന്നുണ്ട്. ശേഷം വിജയലക്ഷ്മിയെ അവർ വീട്ടിലെത്തിച്ചു.
എന്നാൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും നല്ല വേദനയുണ്ട് വിജയലക്ഷ്മിക്ക്. എന്താ വിജയെ, ഓട്ടോ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണല്ലോ ആ ഡോക്ടർ കൊച്ചു പറഞ്ഞത്. ചിലപ്പോ ഗുളിക മാറി കഴിച്ചതിന്റെ ആയിരിക്കും കൃഷ്ണൻകുട്ടി ചേട്ടാ. ഇപ്പോഴും എന്തോ ഏനക്കേട് പോലെ ഉണ്ട് എന്ന് വിജയലക്ഷ്മി. എന്നാലും ഇത്രയും തിരക്ക് പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്നെ കൃഷ്ണൻകുട്ടി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നുണ്ട്, എന്ന് കരുതി ഹോസ്പിറ്റലിൽ തന്നെ കിടക്കാൻ പറ്റുമോ കൃഷ്ണൻകുട്ടി ചേട്ടാ? ഇത് എന്റെ വിധിയാണെന്ന് ഞാൻ സമാധാനിച്ചോളാം. അത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ശാരിക. വിജയലക്ഷ്മി വീഴാൻ തുടങ്ങിയപ്പോൾ ശാരിക പോയി വിജയലക്ഷ്മിയെ പിടിക്കുന്നു. വിടടി എന്ന് പറഞ്ഞ് ശാരികയെ തട്ടി മാറ്റുകയാണ് വിജയലക്ഷ്മി. അമ്മ കുമ്മ, നിന്റെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലായടി. എല്ലാം ഉള്ളിൽ വെച്ച് നീ പതുങ്ങിയിരിക്കുകയായിരുന്നല്ലേ എന്ന് വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ അമ്മയെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ശാരിക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്റെ ദേഹത്ത് ഇനി നീ തൊട്ടിപ്പോവരുത്. രാജീവിനെ വിളിച്ചു പറഞ്ഞിട്ട് ഞാനും കൃഷ്ണൻകുട്ടി ചേട്ടനും ഈ നിമിഷം ഇവിടെ നിറങ്ങുകയാണ് എന്ന് വിജയലക്ഷ്മി പറഞ്ഞതും ശാരിക കരയുന്നു. അവളുടെ ഒരു കള്ളക്കണ്ണീര്. കൃഷ്ണൻകുട്ടി ചേട്ടനെയും എന്നെയും ഇറക്കി വിടാനായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പാടുപെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ ശാരികെ. ഞങ്ങളങ്ങ് പോയേനെ. അപ്പോ നിനക്ക് ഞങ്ങളുടെ ശവം തന്നെ വേണമല്ലേ? ശേഷം കൃഷ്ണൻകുട്ടിയോട് പറയുന്നുണ്ട്, എന്നെ ഒന്ന് താങ്ങിക്കോളാൻ. കൃഷ്ണൻകുട്ടി വിജയലക്ഷ്മിയെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. സങ്കടത്തോടെ മുറ്റത്ത് നിന്നും ഉമ്മറത്തേക്ക് കയറി വരികയാണ് ശാരിക. വിജയലക്ഷ്മി മുറിയിലേക്ക് വന്നപ്പോൾ തന്റെ സ്വർണ്ണമൊന്നും കാണുന്നില്ല. പിന്നെ അവിടെയുള്ള തുണികളൊക്കെ വലിച്ചു വാരിയിട്ടേക്കുന്നു. കൃഷ്ണൻകുട്ടി ചേട്ടാ, അതേ എന്റെ സ്വർണ്ണമൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ മുഴുവനും നോക്കുകയാണ് വിജയലക്ഷ്മി. ഇവിടെ ആരോ കയറിയിട്ടുണ്ടല്ലോ എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. വല്ല കള്ളന്മാരായിരിക്കും. അയ്യോ, എന്റെ സ്വർണ്ണമൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞ് അവിടെയെല്ലാം അന്വേഷിക്കുകയാണ് വിജയലക്ഷ്മി. 10-30 പവനാണ് കള്ളന്മാര് കൊണ്ടുപോയത് എന്ന് വിജയലക്ഷ്മി പറയുകയും കരയുകയും ചെയ്യുന്നു. അതുപോലെ കൃഷ്ണനും തന്റെ മുറിയിലേക്ക് പോയി നോക്കിയപ്പോൾ അവരുടെ ആ കാശും കാണുന്നില്ല. അദ്ദേഹവും അവിടെ അതുപോലെ തന്നെ ബഹളം വെക്കുന്നുണ്ട്. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ക്യാഷും കള്ളന്മാര് കൊണ്ടുപോയി. എത്ര രൂപയാണെന്ന് വിജയമ്മ ചോദിച്ചപ്പോൾ 116 രൂപ എന്നെ കൃഷ്ണൻകുട്ടി. എന്നാ പിന്നെ ഇവിടുത്തെ ഫ്രിഡ്ജും ടിവിയും ഒക്കെ അവർ കൊണ്ടുപോകാത്തത് എന്താ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ പൊന്നല്ല ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞ് നെഞ്ചു തിരിച്ച് കരയുകയാണ് വിജയലക്ഷ്മി. എന്റെ എല്ലാം പോയില്ലേ, എന്റെ സർവ്വതും പോയില്ലേ, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? അവൾ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് ശാരികയുടെ അടുത്തേക്ക് വളരെ ദേഷ്യത്തോടെ വിജയലക്ഷ്മി പോകുന്നുണ്ട്. എടി, എന്തിനാടി വാതിലും തുറന്നു വെച്ചിട്ട് നീ പോയത് എന്ന് വിജയലക്ഷ്മി ചോദിച്ചപ്പോൾ എന്താ അമ്മേ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ അമ്മയെന്ന് വിളിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞു. എന്റെ സ്വർണവും പണവും എല്ലാം കള്ളന്മാര് കുത്തിയെടുത്തോണ്ട് പോയി. അത് കേട്ട് ശാരിക ഞെട്ടലൂടെ നിൽക്കുന്നു. അയൽവാസികളെല്ലാം ആ ബഹളം കേട്ട് അവിടേക്ക് വരുന്നുണ്ട്. 30 പവനാ പോയത്, 30 പവൻ എന്ന് വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ എന്ത് പറ്റി വിജയലക്ഷ്മി എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. എന്റെ പൊന്നെല്ലാം പോയി, ഒന്നിങ്ങോട്ട് ഓടിവായോ എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരൊക്കെ അവിടേക്ക് കയറി വന്നു. പണവും എല്ലാം പോയി എന്ന് പറഞ്ഞ് ആ മുറ്റത്തിരുന്ന് കരയുകയാണ് വിജയലക്ഷ്മി. സങ്കടത്തോടെ ശാരിക അകത്തേക്ക് കയറിപ്പോയി. ജയ്സമ്മ എന്നൊരു അയൽക്കാരിയും അവിടേക്ക് വന്നിരുന്നു. ജയ്സമ്മ അവിടെ ഇരുന്ന് മുറുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി പറ വിജയമ്മ, എന്താ ഉണ്ടായത്? അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിജയമ്മ ജയ്സമ്മയോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം സത്യാമ്മയുടെ വീട്ടിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ശ്യാമ. വിഷ്ണു ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കഴിക്കാനായി ശാലിനി വിഷ്ണുവിനെ വിളിക്കാൻ അവിടേക്ക് വന്നു. ശ്യാമയാണെങ്കിൽ ഒരു പില്ലോയും ബെഡ്ഷീറ്റും എടുത്ത് അവിടേക്ക് വരുന്നുണ്ട്. ശ്യാമയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു ശാലിനി. ഇതെന്താ പില്ലോയും ബെഡ്ഷീറ്റുമായിട്ട് എന്ന് ശാലിനി ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഇവിടെ കിടക്കാൻ പോവുകയാണെന്ന് ശ്യാമ. ഇവിടെയോ? എടി, സാധാരണ എല്ലാവരും ബെഡ്റൂമിലല്ലേ കിടന്നുറങ്ങുന്നത് എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ദേ കുഞ്ഞേച്ചി, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് പരിഹാസം വേണ്ട. നിലവിട്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും, കൂടപ്പിറപ്പാണെന്ന് നോക്കില്ല. ശ്യാമയെ എന്ന് ദേഷ്യത്തോടെ വിഷ്ണു വിളിക്കുന്നുണ്ട്. അത് കേട്ട്, നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്കും അറിയാവുന്നതാ. അഥവാ നീ പറയുന്നത് പോലെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കുറ്റവും എല്ലാം ആണെന്ന് തന്നെ വെച്ചോ. ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ളത്? മറുപടി പറ. നിനക്ക് വേണമെങ്കിൽ കുഞ്ഞേച്ചിയും ഏട്ടനും എന്നുള്ള എല്ലാ പരിഗണനയും മാറ്റിവെച്ച് നിനക്ക് ഞങ്ങളെ പരിഹസിക്കാം, അല്ലെങ്കിൽ തലയിൽ ചവിട്ടിക്കോ. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമെങ്കിൽ ആവട്ടെ, അല്ലാണ്ടിപ്പോ എന്താ ചെയ്യാ? അല്ലെങ്കിൽ മറ്റൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇവിടെ ഞങ്ങളെയൊക്കെ പോലെ ജീവിക്കാം. ഒന്നുമില്ലെങ്കിലും നിന്റെ കുഞ്ഞേച്ചിയുടെയും കൂടി വീടല്ലേ ഇത്? ഇവിടെ വന്നിട്ട് വരാന്തയിലും തൊഴുത്തിലുമാണോ കിടക്കേണ്ടത്? അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നാണക്കേട്? നിന്റെ കുഞ്ഞേച്ചിക്കല്ലേ? പിന്നെ ഈ രോഹിത് ആരെയും കടന്നാക്രമിക്കുന്ന ഒരു വന്യമൃഗമല്ല. അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ. ഇത്രയൊക്കെ ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നുണ്ട്. ഒടുവിൽ ശാലിനി വിഷ്ണുവിനെ തടയുന്നു. ഇത്രയൊക്കെ കേട്ടപ്പോൾ ശ്യാമ ഒന്നും മിണ്ടുന്നില്ല. ശ്യാമ കരയുന്നത് കണ്ടിട്ട് വിഷ്ണു പിന്നെ സമാധാനത്തിൽ സംസാരിക്കുന്നു. മോളെ, നീ ഇതൊക്കെ കാണിക്കുന്നത് പക്വതക്കുറവുണ്ടാ, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞേച്ചിയോടുള്ള വാശി തീർക്കാൻ? ഒന്ന് പറയുന്നത് മനസ്സിലാക്ക്. ശ്യാമ പറയുന്നു, ശരി, ഞാൻ മുറിയിൽ തന്നെ കിടന്നോളാം. പിന്നെ കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടന്റെയോ അനിയത്തിയെ പോലെ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം.
പിന്നെ നാളെ എന്റെയോ അയാളുടെ പേരിൽ ദാമ്പത്യ പൂജയോ മാങ്ങാത്തലിയോ വല്ലോ നടത്താനാണ് വിചാരം എങ്കിൽ സത്യമായിട്ടും ഞാൻ ഇവിടെ നിന്ന് പോകും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോകുമെന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു. എന്നിട്ട് മുറിയിലേക്ക് പോവുകയാണ്. അത് കേട്ട് ശാലിനിക്കും വിഷ്ണുവിനും നല്ല വിഷമാവുന്നുണ്ട്. മുറിയിലേക്ക് പോയി ബെഡ്ഷീറ്റും പില്ലോയും അവിടേക്ക് വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ ഇരിക്കുകയാണ് ശ്യാമ. ശ്യാമയുടെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.